യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുറിയാനി സഭാ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ ആത്മീയ സമ്പത്തായ പാശ്ചാത്യ സുറിയാനി ആരാധനാക്രമത്തെക്കുറിച്ചുള്ള പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആദിമ ക്രൈസ്തവ സഭയുടെ ആത്മീയ പ്രൗഢിയും ദൈവശാസ്ത്രപരമായ ആഴവും ഒട്ടും ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ് പാശ്ചാത്യ സുറിയാനി ആരാധനാക്രമം. കർത്താവായ യേശു ക്രിസ്തു അന്ത്യത്താഴവേളയിൽ സ്ഥാപിച്ചതും യെറൂശലേമിൻ്റെ പ്രഥമ മെത്രാപ്പൊലിത്തായുമായിരുന്ന വിശുദ്ധ യാക്കോബ് ശ്ലീഹ രൂപപ്പെടുത്തിയതുമായ ആദിമ കുർബാനക്രമത്തിൻ്റെ ജീവസുറ്റ തുടർച്ചയാണ് പാശ്ചാത്യ സുറിയാനി ആരാധനാക്രമം. ഈ മഹത്തായ പാരമ്പര്യത്തിൻ്റെ ചരിത്ര വഴികളിലേക്കും അതിൻ്റെ അതുല്യമായ സവിശേഷതകളിലേക്കും നമുക്ക് ഈ പഠനത്തിലൂടെ കടന്നു ചെല്ലാം. ആദ്യമായിട്ട് ഈ ആരാധനാക്രമം 5 ആരാധനാ സമൂഹങ്ങൾ പ്രത്യേകമായി പിന്തുടരുന്നു. 1 സിറിയൻ ഓർത്തഡോക്സ് സഭ, 2 മലങ്കര ഓർത്തഡോക്സ് സഭ, 3 അന്ത്യോക്യയിലെ സുറിയാനി കത്തോലിക്ക സഭ, 4 സീറോ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ, 5 മലബാറിലെ സ്വതന്ത്ര സുറിയാനി സഭ. അതോടൊപ്പം തന്നെ കേരളത്തിൽ നവീകരണ പ്രസ്ഥാനം വഴി സ്ഥാപിതമായ മാർത്തോമാ സുറിയാനി സഭയും സെയിൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ സഭയും ഈ ആരാധനാക്രമം നവീകരിച്ച് പിന്തുടരുന്നു. പാശ്ചാത്യ സുറിയാനി ആരാധനാക്രമം അന്ത്യോക്യൻ ആരാധനാ കുടുംബത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ആദ്യകാല സുറിയാനി പാരമ്പര്യങ്ങളോട് ഏറെ വിശ്വസ്തമായിരിക്കുന്ന ഒരു പാരമ്പര്യമാണിത്. അന്ത്യോക്യ എന്ന നഗരത്തിലും പരിസരത്തുമാണ് ഈ ആരാധനാ പാരമ്പര്യം ഉത്ഭവിച്ചതും വളർന്നതും. ഈ പാരമ്പര്യത്തിൻ്റെ ഉത്ഭവത്തിൽ സഭാചരിത്രത്തിലെ നിർണായകമായ സംഭവങ്ങൾ, അതോടൊപ്പം അന്ന് നിലവിലിരുന്ന സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലവും ഏറെ നിർണായകമാണ്. ആദ്യമായിട്ട് സഭാപരമായ ചില കാരണങ്ങൾ. ക്രിസ്തുവർഷം 451 ഏഷ്യ മൈനറിലെ ഇന്നത്തെ തുർക്കിയിലെ കാൽസിഡോൺ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന ചരിത്രപ്രസിദ്ധമായ ക്രൈസ്തവ സമ്മേളനമാണ് കാൽസിഡോൺ സുന്നകദോസ്. ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ 4ാമത്തെ സാർവത്രിക സുന്നകദോസാണിത്. റോമൻ ചക്രവർത്തിയായിരുന്ന മാർസിയൻ ആണ് ഈ സമ്മേളനം വിളിച്ചുകൂട്ടിയത്. ഇതിലെ പ്രധാനപ്പെട്ട തർക്കവിഷയം യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും പ്രത്യേകിച്ച് ദൈവസ്വഭാവം മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള തർക്കങ്ങളാണ്. എന്തായിരുന്നു ഈ സുന്നകദോസിൻ്റെ പ്രഖ്യാപനം? പാപ്പയായിരുന്ന ലിയോ ഒന്നാമൻ്റെ ടോം ഓഫ് ലിയോ എന്ന പ്രമാണരേഖയുടെ അടിസ്ഥാനത്തിൽ സുന്നകദോസ് ഒരു ഔദ്യോഗിക വിശ്വാസ പ്രഖ്യാപനം നടത്തി. അതനുസരിച്ച് യേശുക്രിസ്തു ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അവിടുത്തെ ദൈവത്വവും മനുഷ്യത്വവും വേർതിരിക്കുവാനോ കൂട്ടിക്കലർത്തുവാനോ മാറ്റം വരുത്തുവാനോ സാധിക്കാത്ത വിധം ഒരു വ്യക്തിത്വത്തിൽ 2 സ്വഭാവങ്ങളായി നിലകൊള്ളുന്നു. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ ഇതിനെ തുടർന്ന് സഭയിൽ വലിയ പിളർപ്പുണ്ടായി. ഭരണപരമായ ചില വേർതിരിവിനും പിളർപ്പിനും ഇത് കാരണമായി. ഈ സുന്നകദോസിൻ്റെ തീരുമാനത്തെ സ്വീകരിച്ച സഭാ കൂട്ടായ്മ കാൽസിഡോണിയൻ സഭകളെന്നും ഈ സുന്നകദോസിൻ്റെ തീരുമാനങ്ങളെ നിരാകരിച്ചവരെ നോൺ കാൽസിഡോണിയൻ അഥവാ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളെന്നും പ്രത്യേകമായിട്ട് വിളിക്കുന്നുണ്ട്. AD 451 നടന്ന ഈ സുന്നകദോസ് ക്രൈസ്തവ ചരിത്രത്തെയും പൗരസ്ത്യ ആരാധനാക്രമങ്ങളെയും പ്രത്യേകിച്ച് പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തെയും ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. വളരെ നിർണായകമായ ഒരു ചരിത്ര വിഷയമാണിത്. ഈ കൗൺസിലിനെ തുടർന്നുണ്ടായ ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാട് പാശ്ചാത്യ സുറിയാനി ആരാധനാക്രമം വളരെ സവിശേഷമായ വിധം ഇത് പ്രഖ്യാപിക്കുകയാണ്. ഈ സുന്നകദോസിന് ശേഷം ബൈസന്റൈൻ സാമ്രാജ്യത്തിൽ നിന്ന് കടുത്ത പീഡനങ്ങൾ നേരിട്ട പാശ്ചാത്യ സുറിയാനി സഭ തങ്ങളുടെ തനിമ നിലനിർത്താൻ അനേകം പുതിയ പ്രാർത്ഥനാക്രമങ്ങൾ രചിച്ചു. ചുരുക്കത്തിൽ കാൽസിഡോണിയൻ സുന്നകദോസിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തുവിൻ്റെ ദൈവമനുഷ്യ സ്വഭാവങ്ങളെക്കുറിച്ചുള്ള ആഴമേറിയ പഠനങ്ങളും ചിന്തകളും പ്രാർത്ഥനകളും രചിക്കപ്പെട്ടു. അത് ആരാധനക്രമവുമായിട്ട് പിതാക്കന്മാർ കൂട്ടിച്ചേർത്തു. അതുകൊണ്ടാണ് ഇന്നത്തെ
ഈ പാശ്ചാത്യ സുറിയാനി ആരാധനക്രമത്തിൽ ഇത്രമാത്രം ക്രിസ്തുശാസ്ത്ര കേന്ദ്രീകൃതമായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ആരാധനാ പാരമ്പര്യത്തിന് പാശ്ചാത്യ സുറിയാനി പാരമ്പര്യം എന്ന പേര് ലഭിച്ചത്? ലളിതമായി പറഞ്ഞാൽ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ചരിത്രപരമായ പശ്ചാത്തലവുമാണ്. സുറിയാനി ക്രൈസ്തവ ലോകം ചരിത്രപരമായി രണ്ടായി തിരിഞ്ഞപ്പോഴാണ് ഈ പേരുണ്ടായത്. ഒന്നാമതായിട്ട് യൂഫ്രട്ടീസ് നദിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിഭജനം നടന്നിട്ടുണ്ട്. ആദിമ നൂറ്റാണ്ടുകളിൽ സുറിയാനി ഭാഷ സംസാരിച്ചിരുന്ന ക്രൈസ്തവ ലോകത്തിൻ്റെ മധ്യത്തിലൂടെയാണ് യൂഫ്രട്ടീസ് നദി ഒഴുകിയിരുന്നത്. ഈ നദിയെ അടിസ്ഥാനമാക്കി സഭകളെ രണ്ടായിട്ട് തിരിച്ചു. നദിക്ക് പടിഞ്ഞാറ് വശത്തുള്ള റോമൻ സാമ്രാജ്യത്തിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങൾ, ഇതിൻ്റെ കേന്ദ്രം സിറിയയിലെ അന്ത്യോക്യയായിരുന്നു. ഇവിടെ വികസിച്ച ആരാധനക്രമത്തെ പാശ്ചാത്യ സുറിയാനി ക്രമമെന്ന് വിളിച്ചു. കിഴക്ക് ഭാഗം, നദിക്ക് കിഴക്കുവശത്തുള്ള പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളാണ്. ഇതിൻ്റെ കേന്ദ്രം സെലൂക്കിയ സിറ്റിസിഫോൺ ആയിരുന്നു. അവിടെ വികസിച്ച ആരാധനക്രമത്തെ കിഴക്കൻ സുറിയാനി ക്രമം എന്നും വിളിക്കുന്നു. 2. റോമൻ സാമ്രാജ്യത്തിൻ്റെ സ്വാധീനം. അന്ത്യോക്യ കേന്ദ്രമായുള്ള പടിഞ്ഞാറൻ സുറിയാനി സഭകൾക്ക് ഗ്രീക്ക് സംസ്കാരത്തോടും റോമൻ ബൈസന്റൈൻ ഭരണകൂടത്തോടും കൂടുതൽ സമ്പർക്കമുണ്ടായിരുന്നു. ഈ ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലം കൊണ്ടാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ കിഴക്കേ അറ്റത്തുള്ള ഈ പ്രദേശത്തെ ആരാധനക്രമത്തെ റോമൻ വീക്ഷണത്തിൽ പാശ്ചാത്യ സുറിയാനി, ഇത് റോമിന് കിഴക്കാണെങ്കിലും പേർഷ്യയ്ക്ക് പടിഞ്ഞാറായതിനാൽ അങ്ങനെ വിളിക്കുന്നത്. 3. ഭാഷാപരവും ലിപിപരവുമായ വ്യത്യാസം. കാലക്രമേണ പടിഞ്ഞാറും കിഴക്കുമുള്ള സുറിയാനി ഭാഷയുടെ ഉച്ചാരണത്തിലും എഴുത്തുശൈലിയിലും വ്യത്യാസങ്ങൾ വന്നു. അങ്ങനെ പാശ്ചാത്യ സുറിയാനിയും പൗരസ്യ സുറിയാനി എന്നും 2 സമൂഹങ്ങൾ ഉടലെടുത്തു. 4. കൽസിഡോണിയൻ സുന്നകദോസിന് ശേഷമുള്ള ചേരിതിരിവ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ AD 451 കൽസിഡോണിയൻ സുന്നകദോസിന് ശേഷമുണ്ടായ ആത്മീയ വിഭജനത്തിൽ അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്ന പാശ്ചാത്യ സുറിയാനി വിഭാഗം തങ്ങളുടെ തനിമ നിലനിർത്താൻ ഈ നാമം കൂടുതൽ ശക്തമായി ഉപയോഗിച്ചു. ചുരുക്കത്തിൽ യൂഫ്രട്ടീസ് നദിക്ക് പടിഞ്ഞാറ് സിറിയയിലെ അന്ത്യോക്യയും യെറൂശലേമും കേന്ദ്രീകരിച്ച് രൂപപ്പെടുകയും പാശ്ചാത്യ സുറിയാനി ഭാഷാശൈലി ഉപയോഗിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇതിനെ പാശ്ചാത്യ സുറിയാനി ആരാധനക്രമമെന്ന് വിളിക്കുന്നത്. കേരളത്തിൽ ഇതിനെ അന്ത്യോക്യൻ റീത്ത് എന്നും പറയാറുണ്ട്. വിശുദ്ധ യാക്കോബിൻ്റെ അനാഫറ. പാശ്ചാത്യ സുറിയാനി ആരാധനക്രമത്തിൻ്റെ ജീവനാഡിയും ഉറവിടവും വിശുദ്ധ യാക്കോബിൻ്റെ അനാഫറയാണ്, അഥവാ യാക്കോബിൻ്റെ തക്സയാണ്. ക്രൈസ്തവ ലോകത്ത് ഇന്ന് ഏറ്റവും ഉപയോഗത്തിലിരിക്കുന്ന ഏറ്റവും പുരാതനമായ വിശുദ്ധ കുർബാനക്രമമാണിത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ? 1. യെറൂശലേമിൻ്റെ പാരമ്പര്യം ഇത് ഉൾക്കൊള്ളുന്നു. നമ്മുടെ കർത്താവിൻ്റെ സഹോദരനും യെറൂശലേമിലെ പ്രഥമ എപ്പിസ്കോപ്പായുമായ വിശുദ്ധ യാക്കോബ് ശ്ലീഹ AD 1-ാം നൂറ്റാണ്ടിൽ രൂപപ്പെടുത്തിയ ആരാധനക്രമമാണിത്. യെറൂശലേമിലെ ആദിമ ക്രൈസ്തവ സമൂഹം ഉപയോഗിച്ചിരുന്ന ഈ ക്രമം പിൻകാലത്ത് സിറിയയിലെ അന്ത്യോക്യയിൽ വികസിക്കുകയും പരിഷ്കരിക്കപ്പെടുകയും ചെയ്തു. 2. ആരാധനയുടെ മാതാവ് എന്നാണ് ഇത് വിളിക്കപ്പെടുന്നത്. പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ 80-ലധികം വ്യത്യസ്ത അനാഫറകൾ, കുർബാന ക്രമങ്ങൾ നിലവിലുണ്ടെങ്കിലും അവയെല്ലാം രൂപപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ യാക്കോബിൻ്റെ അനാഫറയെ മാതൃകയാക്കിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ അനാഫറകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. മറ്റ് അനാഫറകളിൽ ചൊല്ലുന്ന പ്രധാന പ്രാർത്ഥനകളുടെ ഘടനയും ദൈവശാസ്ത്രവും ഇതിൽ നിന്ന് കടമെടുത്തതാണ്. ഈ അനാഫറയുടെ പ്രധാനപ്പെട്ട ചില സവിശേഷതകൾ എന്ന് പറയുന്നത് ബൈബിൾ വാക്യങ്ങളുടെ സമൃദ്ധി ഇവിടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പഴയ നിയമ പ്രവചനങ്ങളും പുതിയ നിയമ സത്യങ്ങളും കോർത്തിണക്കിയാണ് ഇതിലെ പ്രാർത്ഥനകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആവസിപ്പിന് നൽകപ്പെടുന്ന വലിയ പ്രാധാന്യം, അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി പൂർണ്ണമാക്കപ്പെടുന്നതിനായി പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാഗം ഈ അനാഫറയിൽ വളരെ ദീർഘവും കാവ്യ ഭംഗിയുള്ളതുമാണ്.
മറ്റൊരു പ്രത്യേകത മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടിയുള്ള 6 വലിയ മധ്യസ്ഥ പ്രാർത്ഥനകൾ ഈ ക്രമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായി പാശ്ചാത്യ സുറിയാനി ആരാധനാക്രമം രൂപപ്പെടുവാൻ ഇടയായ ചില രാഷ്ട്രീയ പശ്ചാത്തലം. പാശ്ചാത്യ സുറിയാനി ആരാധനാക്രമം രൂപം കൊള്ളുകയും വികസിക്കുകയും ചെയ്ത കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാഹചര്യം അത്യന്തം സങ്കീർണവും നാടകീയവുമായിരുന്നു. സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും ഭരണകൂടങ്ങളുടെ മതപരമായ ഇടപെടലുകളും പീഡനങ്ങളും നിറഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആരാധന അതിൻ്റെ തനിമ കൈവരിച്ചത്. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പ്രധാനമായും 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. ഒന്ന്, റോമൻ, പേർഷ്യൻ എന്നീ 2 വൻ ശക്തികളുടെ പോരാട്ടം. ആദിമ നൂറ്റാണ്ടുകളിൽ ലോകം ഭരിച്ചിരുന്ന 2 വൻകിട സാമ്രാജ്യങ്ങളായിരുന്നു റോമൻ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും. ഈ 2 ശക്തികളുടെ അതിർത്തി പ്രദേശമായിരുന്നു സുറിയാനി ജനവിഭാഗങ്ങൾ താമസിച്ചിരുന്ന സിറിയയും മെസ്സപ്പൊട്ടേമിയയും. റോമൻ പരിധിയിൽ, അതായത് പടിഞ്ഞാറ്, യൂഫ്രട്ടീസ് നദിക്ക് പടിഞ്ഞാറുള്ള റോമൻ അതിർത്തിയിൽ ജീവിച്ചിരുന്ന സുറിയാനി ക്രിസ്ത്യാനികളാണ് പാശ്ചാത്യ സുറിയാനി ആരാധനക്രമം വികസിപ്പിച്ചത്. ഇവരെ റോമൻ ഭരണകൂടം രാഷ്ട്രീയമായി സ്വാധീനിക്കാൻ നിരന്തരം ശ്രമിച്ചിരുന്നു. ഇനി പേർഷ്യൻ പരിധിയിൽ, അതായത് കിഴക്ക് ഭാഗത്ത്, നദിക്ക് കിഴക്കുള്ള പേർഷ്യൻ സാമ്രാജ്യത്തിലെ ക്രിസ്ത്യാനികൾ ബൈസന്റൈൻ ചാരന്മാരാണെന്ന് പേർഷ്യൻ രാജാക്കന്മാർ സംശയിച്ചു. ഈ രാഷ്ട്രീയ വേർതിരിവ് ആരാധനാക്രമങ്ങൾ പടിഞ്ഞാറും കിഴക്കുമായി 2ആയിട്ട് പിരിയാൻ പ്രധാന കാരണമായി. 2, കാൽസിഡോണിയൻ സുന്നകദോസും ബൈസന്റൈൻ പീഡനങ്ങളും. AD 451 കാൽസിഡോണിയൻ സുന്നകദോസിന് ശേഷമുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളാണ് പാശ്ചാത്യ സുറിയാനി ആരാധനയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക മതം ഇത് വളരെ നിർണായകമായ ഒരു ഘടകമായിരുന്നു. റോമൻ ചക്രവർത്തിമാർ കാൽസിഡോണിയൻ സുന്നകദോസിൻ്റെ തീരുമാനങ്ങളെ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക വിശ്വാസ പ്രഖ്യാപനമായി പ്രഖ്യാപിച്ചു. സാമ്രാജ്യത്തിൽ രാഷ്ട്രീയ ഐക്യം കൊണ്ടുവരുവാൻ ചക്രവർത്തിമാർ ആഗ്രഹിച്ചു. ഇനിയും ചക്രവർത്തിയുടെ വിശ്വാസം സ്വീകരിച്ചവരെ സിറിയയിലെ പ്രാദേശിക ജനങ്ങൾ മെൽക്കൈറ്റുകൾ എന്ന പേരിൽ, അതായത് രാജാവിൻ്റെ ആളുകൾ എന്ന് വിളിച്ച് അകറ്റി നിർത്തി. മറ്റൊരു കാര്യം, ഈ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിരോധവും അതുവഴി ഉണ്ടായ ഭൂഗർഭ സഭയും. ചക്രവർത്തിയുടെ കൽപ്പന അനുസരിക്കാത്ത പാശ്ചാത്യ സുറിയാനി വിശ്വാസികളെ ഭരണകൂടം കടുത്ത രീതിയിൽ പീഡിപ്പിച്ചു. അവരുടെ പള്ളികൾ പിടിച്ചെടുക്കുകയും മെത്രാന്മാരെ നാടുകടത്തുകയും ചെയ്തു. ഈ രാഷ്ട്രീയ സ്വാധീനം എന്തുമാത്രം ആരാധനയിൽ സ്വാധീനം ചെലുത്തി. ഈ കടുത്ത രാഷ്ട്രീയ പീഡനങ്ങളുടെ കാലത്താണ് അന്ത്യോക്യയിലെ പിതാക്കന്മാർ രഹസ്യമായി യാത്ര ചെയ്ത് വിശ്വാസികളെ സംഘടിപ്പിച്ചതും പുതിയ കുർബാന ക്രമങ്ങൾ രചിച്ചതും. ഭരണകൂടത്തിൻ്റെ ലത്തീൻ ഗ്രീക്ക് ആധിപത്യത്തിനെതിരെയുള്ള ഒരു ദേശീയവും സാംസ്കാരികവുമായ പ്രതിരോധം കൂടിയായി ഈ സുറിയാനി ആരാധനക്രമം മാറി. 3, ഇസ്ലാമിക അധിനിവേശം. AD 7-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ മധ്യത്തോടെ സിറിയൻ പ്രവിശ്യകൾ അറബ് മുസ്ലിം ഖലീഫന്മാരുടെ ഭരണത്തിന് കീഴിലായി. ഈ രാഷ്ട്രീയ അട്ടിമറി പാശ്ചാത്യ സുറിയാനി ആരാധനയുടെ വളർച്ചയിൽ ഒരു പുതിയ വഴിത്തിരിവായി. ബൈസന്റൈൻ ഭീഷണിയിൽ നിന്നുമുള്ള ഒരു മോചനം. വിരോധാഭാസം എന്ന് പറയട്ടെ, ബൈസന്റൈൻ ചക്രവർത്തിമാരുടെ ക്രൂരമായ പീഡനങ്ങളിൽ കഷ്ടപ്പെട്ടിരുന്ന പാശ്ചാത്യ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഇസ്ലാമിക ഭരണകൂടം ഒരു താൽക്കാലിക ആശ്വാസമായി മാറി. മുസ്ലിം ഭരണാധികാരികൾക്ക് കാൽസിഡോണിയൻ സുന്നകദോസിന് ശേഷമുണ്ടായ തർക്കങ്ങളിൽ താല്പര്യമില്ലായിരുന്നു. ഈ കാലഘട്ടത്തിൽ സഭയുടെ സ്ഥാപനവൽക്കരണം സംഭവിക്കുന്നുണ്ട്. ചില ഖിലാഫത്തുകളുടെ കാലത്ത് പാശ്ചാത്യ സുറിയാനി സഭയ്ക്ക്, പേരെടുത്തു പറയുകയാണെങ്കിൽ സുറിയാനി ഓർത്തഡോക്സ് സഭയിൽ, സ്വയം ഭരണാവകാശം ലഭിക്കുകയും അവർ തങ്ങളുടെ ആരാധനാക്രമങ്ങളും പുസ്തകങ്ങളും തക്സകളും പൂർണ്ണമായ ക്രമത്തിൽ ക്രോഡീകരിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ സാമ്രാജ്യത്വത്തിൻ്റെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയായ ഒരു പ്രതിരോധ സഭയുടെ ആത്മീയ രോദനവും വിജയവുമാണ്
പാശ്ചാത്യ സുറിയാനി ആരാധനാക്രമത്തിൽ ഉടനീളം കാണുന്നത്. ഭരണകൂടത്തിൻ്റെ ഭൗതിക ശക്തിക്കെതിരെ ആത്മീയ ശക്തി ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ഇതിലെ പല പ്രാർത്ഥനകളും രൂപകൽപ്പന ചെയ്യപ്പെട്ടത്. സാഹചര്യത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു. നമുക്കറിയാം, നമ്മുടെ കുർബാനക്രമത്തിൽ ഭരണാധിപന്മാർക്ക് സമാധാനം നൽകണമേ, അവർ സമാധാനചിത്തരായി മാറണമേ, അല്ലെങ്കിൽ ഞങ്ങളെ സമാധാനത്തിൽ നിലനിർത്തണമേ എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു പശ്ചാത്തലത്തിലാണ്. ജസ്റ്റിൻ ഒന്നാമനും മറ്റ് ചക്രവർത്തികളും സുനകദോസിൻ്റെ തീരുമാനങ്ങളെ എതിർത്തവരെ നാട്ടിൽ നിന്നും പുറത്താക്കി. അവർ മെസ്സപ്പൊട്ടോമിയയിലെ സുറിയാനി സംസാരിക്കുന്ന നാട്ടിൽ അഭയം പ്രാപിച്ചു. അവിടെ അന്ത്യോക്യൻ ആരാധനാക്രമത്തെ ക്രമീകൃതമായ ശൈലിയിൽ വളർത്തി. പുതിയ ആരാധനാ ഗീതങ്ങളും അവർ കൂട്ടിച്ചേർത്തു. ഈ കാലഘട്ടത്തിലാണ് വിശുദ്ധ അപ്രേമിൻ്റെയും സാറൂഖിലെ യാക്കോബിൻ്റെയും കാവ്യഗീതങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. ആയതിനാൽ ഇന്നത്തെ പാശ്ചാത്യ സുറിയാനി ആരാധന അന്ത്യോക്യൻ ആരാധനയുടെ മെസ്സപ്പൊട്ടോമിയൻ പകർപ്പാണ്. ആയതിനാലാണ് പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമത്തിലും പാശ്ചാത്യ സുറിയാനി ആരാധനാക്രമത്തിലും ചില പൊതു സവിശേഷതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നടന്ന വിശുദ്ധ യാക്കോബിൻ്റെ അനാഫുറയുടെ തർജിമ ഏറെ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. 13-ാം നൂറ്റാണ്ടിൽ ഗ്രിഗോറിയോസ് ബാർ ഹെബ്രയൂസ് അനാഫ്രയുടെ ഒരു ചെറിയ രൂപം പ്രസിദ്ധീകരിച്ചു. ഇന്ത്യയിലെ സഭകൾ ഈ ക്രമമാണ് ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പസ്തോലിക പൈതൃകമുള്ള വിശുദ്ധ യാക്കോബിൻ്റെ ജെറൂസലേം അനാഫ്രയെ പുതുക്കുവാനും കൂട്ടിച്ചേർക്കുവാനും ചുരുക്കുവാനും പാശ്ചാത്യ സുറിയാനി സഭ സ്വാതന്ത്ര്യമെടുത്തു. അതിൻ്റെ വെളിച്ചത്തിൽ ഏകദേശം 80-ൽ പരം അനാഫ്രകൾ രചിക്കപ്പെട്ടു. എന്തുകൊണ്ട് ഈ ആരാധനക്രമം വ്യത്യസ്തമായ ശൈലിയിൽ ആഘോഷിക്കപ്പെടുന്നു? വേരുകൾ ഒന്നാണെങ്കിലും ചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ സഭകൾ സഞ്ചരിച്ച വഴികളാണ് പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തെ ഇത്രമാത്രം വൈവിധ്യപൂർണമാക്കിയത്. പാശ്ചാത്യ സുറിയാനി ആരാധന പാരമ്പര്യത്തിനുള്ളിൽ തന്നെ ഇന്ന് വിവിധ സഭകളും വ്യത്യസ്തമായ ആചാരശൈലികളും രൂപപ്പെടാൻ കാരണം പ്രധാനമായും ചരിത്രപരമായ വിഭജനങ്ങൾ, പാശ്ചാത്യ സഭകളുടെ സ്വാധീനം, ഒപ്പം പ്രാദേശികമായ സംസ്കാരങ്ങളുമായിട്ടുള്ള സമ്പർക്കവുമാണ്. ഒന്ന്, ചരിത്രപരമായ പിളർപ്പുകളും പാശ്ചാത്യ സഭയുടെ സ്വാധീനവും. പാശ്ചാത്യ സുറിയാനി പാരമ്പര്യം പിന്തുടരുന്ന സഭകൾ കാലാകാലങ്ങളിൽ പല കാരണങ്ങളാൽ വിഭജിക്കപ്പെട്ടു. ഈ വിഭജനങ്ങൾ ആരാധനാക്രമത്തിലും മാറ്റങ്ങൾ വരുത്തുവാൻ ഇടയാക്കി. ഇതിൽ കത്തോലിക്ക സഭയുമായിട്ടുള്ള പുനരൈക്യം ഏറെ നിർണായകമായ ഒരു ഘടകമായിരുന്നു. 18-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലുമായി പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിലെ വിഭാഗങ്ങൾ കത്തോലിക്ക സഭയുമായി പൂർണ്ണ ഐക്യത്തിൽ കടന്നു വന്നതിനെ തുടർന്ന് അടിസ്ഥാനപരമായ സുറിയാനി ക്രമം നിലനിർത്തിക്കൊണ്ട് തന്നെ കത്തോലിക്ക ദൈവശാസ്ത്രത്തിന് അനുയോജ്യമായ രീതിയിൽ പ്രാർത്ഥനകളിലും ചില ബാഹ്യ ആചാരങ്ങളിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വന്നു. ഇനിയും മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ കടന്നുവരവ്. ആംഗ്ലിക്കൻ മിഷണറിമാരുടെ സ്വാധീനത്താൽ മലങ്കര സഭയിലെ ഒരു വിഭാഗം നവീകരണ ആശയങ്ങൾ സ്വീകരിച്ചു. അവർ പാശ്ചാത്യ സുറിയാനി ആരാധന പൂർണ്ണമായി ഉപേക്ഷിച്ചില്ല, പകരം നവീകരിച്ച തക്സ രൂപീകരിച്ചു. അന്ത്യോക്യൻ ക്രമത്തിൻ്റെ ഘടന നിലനിർത്തിയെങ്കിലും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥത, കുർബാന മധ്യേയുള്ള വൈദികൻ്റെ ചില രഹസ്യ പ്രാർത്ഥനകൾ തുടങ്ങിയവ അവർ ഒഴിവാക്കി. അതേ ഒരേ പാരമ്പര്യത്തിനുള്ളിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ആരാധന ശൈലിക്ക് കാരണമായി. ഇനി മൂന്നാമതായിട്ട് സാംസ്കാരികവും ഭൂമിശാസ്ത്രപരമായ ചില വ്യത്യാസങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഒരേ ആരാധന തന്നെ വിവിധ രാജ്യങ്ങളിലെത്തിയപ്പോൾ അവിടുത്തെ പ്രാദേശിക സംസ്കാരത്തെ ഉൾക്കൊണ്ടു. നമുക്കറിയാം, ഈ പാശ്ചാത്യ സുറിയാനി ആരാധനക്രമം ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെത്തിയപ്പോൾ ഭാരതീയ സംസ്കാരത്തോട് ചേർന്നുകൊണ്ടുള്ള ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. സിറിയയിലും ലെബനോനിലുമുള്ള പാശ്ചാത്യ സുറിയാനി സഭകളുടെ സംഗീതവും ആരാധന രീതിയും അടിസ്ഥാനപരമായി മിഡിൽ ഈസ്റ്റേൺ സംഗീതത്തോടും പാരമ്പര്യങ്ങളോടും ചേർന്നതാണ്. എന്നാൽ ഇതേ പാരമ്പര്യം കേരളത്തിലെത്തിയപ്പോൾ
അത് മാർത്തോമ നസ്രാണികളുടെ തനത് പാരമ്പര്യങ്ങളുമായി കൂട്ടിച്ചേർക്കപ്പെട്ടു. 4. ഭാഷാപരമായ പരിവർത്തനം. പ്രാർത്ഥനാ ഭാഷ സുറിയാനിൽ നിന്നും പ്രാദേശിക ഭാഷകളിലേക്ക് മാറിയപ്പോൾ സഭകൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ പ്രകടമായി. കേരളത്തിൽ തന്നെ ഓർത്തഡോക്സ്, യാക്കോബായ, മലങ്കര, സുറിയാനി, കത്തോലിക്ക സഭകൾ ഉപയോഗിക്കുന്ന മലയാളം പ്രാർത്ഥനാ പുസ്തകങ്ങളിലെ വാക്കുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ സഭയിലെ മൽപ്പാന്മാർ തങ്ങളുടെ ദൈവശാസ്ത്രപരമായ സൂക്ഷ്മതയ്ക്ക് അനുസരിച്ചാണ് സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത്. ഇവിടെ നാം തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ആദിമ മധ്യകാല ഘട്ടങ്ങളിൽ പാശ്ചാത്യ സുറിയാനി ആരാധനക്രമത്തെ നിയന്ത്രിക്കുവാനും ഏകീകരിക്കുവാനും കേന്ദ്രീകൃതമായ ഒരു ഭരണാധികാരമോ ലിറ്റർജിക്കൽ കമ്മിറ്റിയോ ഉണ്ടായിരുന്നില്ല. ഈ കേന്ദ്രീകരണമില്ലായ്മ പാശ്ചാത്യ സുറിയാനി ആരാധനയെ എങ്ങനെ സ്വാധീനിച്ചുവെന്ന് നമുക്ക് നോക്കാം. 1. ഈ വികേന്ദ്രീകരണത്തിൻ്റെ കാരണങ്ങൾ. ചില ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പാശ്ചാത്യ സുറിയാനി വിശ്വാസികൾ സിറിയ, മെസ്സപ്പൊട്ടോമിയ, തുറാബ്ദീൻ മലനിരകൾ, പിൻകാലത്ത് മലങ്കര, അതായത് കേരളം എന്നിങ്ങനെ വിസ്തൃതമായ പ്രദേശങ്ങളിൽ ചിതറിക്കിടക്കുകയായിരുന്നു. ഇന്നത്തെ പോലെ ആധുനിക ആശയവിനിമയ സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് ഒരിടത്തു നിന്ന് എല്ലാ പള്ളികളിലേക്കും ആരാധനക്രമം നിയന്ത്രിക്കുക അസാധ്യമായിരുന്നു. അതുപോലെ തന്നെ തുടർച്ചയായ രാഷ്ട്രീയ പീഡനങ്ങൾ. ബൈസന്റൈൻ ഭരണകൂടത്തിൽ നിന്നും പിന്നീട് വന്ന അന്യമത ഭരണാധികാരികളിൽ നിന്നും ഈ സഭ കടുത്ത പീഡനങ്ങൾ നേരിട്ടു. പാത്രിയാർക്കീസിനും പ്രധാന മെത്രാന്മാർക്കും പലപ്പോഴും ഒളിവിലിരുന്നോ അല്ലെങ്കിൽ മരുഭൂമിയിലെ ആശ്രമങ്ങളിൽ അഭയം പ്രാപിച്ചുമാണ് ഈ സഭകളെ ഭരിക്കേണ്ടി വന്നത്. സുരക്ഷിതമായ ഒരു കേന്ദ്രം ഇല്ലാതിരുന്നത് ആരാധനയുടെ കേന്ദ്രീകരണത്തെ തടസ്സപ്പെടുത്തി. ഇനിയും ഏറെ നിർണായകമായ മറ്റൊരു ഘടകം ആശ്രമങ്ങളുടെ സ്വയംഭരണ അവകാശം. പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ അക്കാലത്ത് ആരാധനാ പുസ്തകങ്ങൾ പകർത്തി എഴുതിയിരുന്നതും പ്രാർത്ഥനകൾ രചിച്ചതും ദൈവശാസ്ത്രം രൂപപ്പെടുത്തിയതും വൈദികരെ പഠിപ്പിച്ചിരുന്നതും ഒക്കെ വലിയ ആശ്രമങ്ങളിലായിരുന്നു. ഒരു ദേറ സിസ്റ്റം വളരെ ശക്തമായിരുന്നു. ഓരോ ദേറായിക്കും അവരുടേതായ ആരാധനാ ശൈലികളും പ്രാർത്ഥനാ പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ ആരാധനയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഒരു കേന്ദ്രീകൃത അധികാരം ഇല്ലാതിരുന്നതുകൊണ്ട് ഈ ആരാധനക്രമത്തിന് ചില ദോഷങ്ങളും എന്നാൽ വലിയ ചില ഗുണങ്ങളും ഉണ്ടായി. 1. സമൃദ്ധമായ ഒരു വൈവിധ്യം. ഒരു കേന്ദ്രീകൃത അതോറിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അവർ ഒരു പക്ഷേ 1-2 കുർബാന ക്രമങ്ങൾ മാത്രം ഔദ്യോഗികമായി നിശ്ചയിച്ച് ബാക്കിയുള്ളവ നിരോധിച്ചേനെ. എന്നാൽ കേന്ദ്രീകരണമില്ലാത്തതുകൊണ്ട് വ്യത്യസ്ത ആശ്രമങ്ങളിലെ മൽപ്പാന്മാർക്കും മെത്രാന്മാർക്കും വിശുദ്ധ യാക്കോബിൻ്റെ അനാഫറയെ അടിസ്ഥാനമാക്കി പുതിയ പ്രാർത്ഥനകൾ എഴുതുവാൻ സ്വാതന്ത്ര്യം ലഭിച്ചു. അങ്ങനെയാണ് പാശ്ചാത്യ സുറിയാനിൽ 80-ലധികം വ്യത്യസ്ത അനാഫറകൾ രൂപപ്പെടാൻ കാരണം. ഇനി പ്രാദേശികമായ തനിമ. ഓരോ പ്രദേശത്തെയും സഭകൾക്ക് തങ്ങളുടെ പ്രാദേശിക സാംസ്കാരിക ശൈലികൾ ആരാധനയിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു. സംഗീതത്തിൻ്റെ ഈണങ്ങളിലും നോമ്പാചരണങ്ങളുടെ രീതികളിലും ബാഹ്യമായ ചില അനുഷ്ഠാനങ്ങളിലും ഓരോ ഭദ്രാസനത്തിനും പള്ളികൾക്കും തനതായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം പുസ്തകങ്ങളിലെ വ്യതിയാനങ്ങൾ. അച്ചടി വിദ്യ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനാ പുസ്തകങ്ങൾ കൈകൊണ്ട് പകർത്തി എഴുതുകയായിരുന്നു. ഒരു കേന്ദ്രീകൃത പരിശോധന ഇല്ലാത്തതിനാൽ പകർത്തി എഴുത്തുകാരുടെ പ്രാദേശിക ഉച്ചാരണ ഭേദങ്ങളും ചെറിയ അക്ഷരത്തെറ്റുകളും പ്രാർത്ഥനകളിൽ കടന്നുകൂടിയിട്ടുണ്ട്. തന്മൂലം വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഒരേ പ്രാർത്ഥനയുടെ വരികളിൽ ചെറിയ വ്യത്യാസങ്ങൾ നിലനിന്നിട്ടുമുണ്ട്. പിൻകാലത്തെ ക്രോഡീകരണം. AD 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായ ദൈവശാസ്ത്രജ്ഞനും സഭാപിതാവുമായ ഗ്രിഗോറിയോസ് ബാർ ഹെബ്രയൂസ് തൻ്റെ നോമോ കാനോൻ എന്ന നിയമ സംഹിതയിലൂടെ പാശ്ചാത്യ സുറിയാനി സഭയ്ക്ക് നിയതമായ ഒരു ആരാധനക്രമവും നിയമാവലിയും തയ്യാറാക്കി. ഇന്നും ഈ ഹൂദായ കാനോൻ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളുടെ അടിസ്ഥാന നിയമ പുസ്തകമാണ്. ചുരുക്കത്തിൽ ആദിമകാലത്തെ കേന്ദ്രീകൃത അധികാരത്തിൻ്റെ അഭാവം
പാശ്ചാത്യ സുറിയാനി ആരാധനക്രമത്തെ തളർത്തുകയല്ല ചെയ്തത്, മറിച്ച് അതിന് കാനോനികമായ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വളരുവാനും വൈവിധ്യങ്ങളാൽ സമ്പന്നമാകുവാനുമുള്ള ആത്മീയ സ്വാതന്ത്ര്യം നൽകുകയാണ് ചെയ്തത്. ഈ പാരമ്പര്യം ഒരിക്കലും ഒരു ഏകരൂപതയ്ക്ക്, ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടി വാശി പിടിച്ചിട്ടില്ല. നേരത്തെ കണ്ട ഈ സുറിയാനി ആശ്രമങ്ങളുടെ സ്വാധീനം അത് ഏറെ നിർണായകമായ സ്വാധീന ശക്തിയായിരുന്നു. 4-ാം നൂറ്റാണ്ട് മുതൽ സിറിയയിലെ മലനിരകളിലും മരുഭൂമികളിലും വളർന്നു വന്ന ആശ്രമങ്ങളിലാണ് ഇന്നത്തെ സുറിയാനി സഭകൾ ഉപയോഗിക്കുന്ന മനോഹരമായ പ്രാർത്ഥനകളും ഗീതങ്ങളും ആരാധനക്രമങ്ങളും രചിക്കപ്പെട്ടതും രൂപപ്പെടുത്തിയതും. മൽപ്പാന്മാരും സന്യാസിമാരും തങ്ങളുടെ കഠിനമായ പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ക്രൈസ്തവ ആരാധനയ്ക്ക് വ്യവസ്ഥാപിതമായ ഒരു രൂപം നൽകിയത് ഈ ആശ്രമങ്ങളിൽ വെച്ചായിരുന്നു. സന്യാസ ആശ്രമങ്ങളും സഭാ കൂട്ടായ്മകളും അവരുടേതായ രീതിയിൽ ആരാധന ഗ്രന്ഥങ്ങൾ രചിച്ചു, അതാഘോഷിച്ചു. ഈ നാനാത്വത്തെ ആത്മീയതയുടെ ഊർജ്ജസ്വലതയായും ഭക്തിയുടെ സമ്പന്നതയായും പ്രോത്സാഹിപ്പിച്ചു. ദിവന്യാസ്യോസ് മാർ സലീബി ഈ വ്യത്യസ്തതയെക്കുറിച്ച് പറയുന്നത് ആത്മീയ ചൈതന്യ നിറവായും ഭക്തിയുടെ സമൃദ്ധിയുമായിട്ടാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ഇത് അഗ്രാഹ്യതയാർന്ന ദൈവമെന്ന മഹാരഹസ്യത്തിൻ്റെ ആഘോഷത്തിൻ്റെ തനിമയാണ്. ഈ മഹാരഹസ്യത്തെ വ്യത്യസ്ത ശൈലിയിൽ ഈ ആരാധനക്രമം മഹത്വപ്പെടുത്തുന്നു. സുറിയാനി ആരാധനയുടെ വളർച്ചയിൽ സന്യാസ പ്രസ്ഥാനം വലിയ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുണ്ട്. പാശ്ചാത്യ സുറിയാനി ആരാധനക്രമത്തിൻ്റെ ചരിത്ര വഴിയിൽ തുറാവുദ്ദീൻ, മോസൂൾ എന്നീ 2 കേന്ദ്രങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. കേന്ദ്രീകൃതമായ ഒരു ഭരണമില്ലാതിരുന്ന കാലത്ത് ഈ 2 പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ 2 പ്രധാന ധാരകൾ, 2 ഡിസ്റ്റിങ് സ്കൂൾസ് ഓർ ട്രഡീഷൻസ് രൂപപ്പെട്ടു. ഒന്ന് തുറാവുദ്ദീൻ കേന്ദ്രം. തുർക്കിയുടെ തെക്ക് കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മലയോര പ്രദേശമാണ് തുറാവുദ്ദീൻ. സുറിയാനിയിൽ ഇതിൻ്റെ അർത്ഥം ദൈവദാസന്മാരുടെ മല എന്നാണ്. 100 കണക്കിന് പുരാതന ആശ്രമങ്ങളും ദേറാകളും നിറഞ്ഞതായിരുന്നു തുറാവുദ്ദീൻ. ഇവിടുത്തെ ആരാധനക്രമം തികച്ചും ആശ്രമ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിരുന്നു. വളരെ ദീർഘമായ പ്രാർത്ഥനകൾ, കഠിനമായ നോമ്പാചരണങ്ങൾ, ലളിതവും എന്നാൽ അതീവ ഗൗരവമുള്ളതുമായ സംഗീത ശൈലി എന്നിവ ഈ ധാരയുടെ സവിശേഷതയായിരുന്നു. മലനിരകളാൽ ചുറ്റപ്പെട്ട പ്രദേശമായതുകൊണ്ട് തന്നെ കടുത്ത മതപീഡനങ്ങളുടെ കാലത്ത് പാശ്ചാത്യ സുറിയാനി വിശ്വാസത്തിൻ്റെ കനലുകൾ കെടാതെ സൂക്ഷിച്ചത് തുറാവുദ്ദീനിലെ ദേറാകളായിരുന്നു. പ്രാർത്ഥനാ പുസ്തകങ്ങൾ പകർത്തി എഴുതുന്നതിലും ഇവിടെയുള്ള മൽപ്പാന്മാർ വലിയ പങ്കുവഹിച്ചു. 2 മോസൂൾ കേന്ദ്രം. ഇന്നത്തെ ഇറാഖിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനവും സാംസ്കാരികവുമായി ഏറെ വളർച്ച പ്രാപിച്ച ഒരു നഗരമാണ് മോസൂൾ. ഇതിനൊരു നഗര പാരമ്പര്യമുണ്ട്. തുറാവുദ്ദീൻ ഒരു ഗ്രാമീണ ആശ്രമ കേന്ദ്രമായിരുന്നെങ്കിൽ മോസൂൾ ഒരു വലിയ നഗര കേന്ദ്രമായിരുന്നു. അതിനാൽ ഇവിടുത്തെ ആരാധനക്രമം കൂടുതൽ ഗംഭീരവും രാജകീയവുമായ ശൈലിയാണ് വികസിപ്പിച്ചത്. സംഗീതത്തിലെ സമൃദ്ധി ഇവിടെ ശക്തമായിരുന്നു. മോസൂൾ പാരമ്പര്യത്തിലെ സംഗീതത്തിന് കൂടുതൽ ഈണങ്ങളും സങ്കീർണതയും ഉണ്ടായിരുന്നു. നഗരങ്ങളിലെ വലിയ ദേവാലയങ്ങളിൽ ജനപങ്കാളിത്തത്തോടെ ചൊല്ലാനുതകുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രാർത്ഥനാ ഗീതങ്ങൾ ക്രമീകരിക്കപ്പെട്ടത്. ഇത് മഫ്രിയാനേറ്റിൻ്റെ കേന്ദ്രമായിരുന്നു. പാശ്ചാത്യ സുറിയാനി സഭയുടെ കിഴക്കൻ പ്രവിശ്യകളെ ഭരിച്ചിരുന്ന മഫ്രിയാനന്മാരുടെ ആസ്ഥാനം മോസൂളിനടുത്തുള്ള തഗ്രീത്ത്, പിന്നീട് മോസൂൾ എന്നിവയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ഭരണാധികാര കേന്ദ്രം കൂടിയായിരുന്നു ഇത്. ഈ 2 പാരമ്പര്യങ്ങൾ മലങ്കര സഭയെ എങ്ങനെ സ്വാധീനിച്ചു? കേരളത്തിലെ മലങ്കര സഭയിലേക്ക് പാശ്ചാത്യ സുറിയാനി ക്രമം എത്തിയപ്പോൾ ഈ 2 പാരമ്പര്യങ്ങളുടെ സ്വാധീനം പ്രകടമായി. മലങ്കരയിലെ പ്രാർത്ഥനാ പുസ്തകങ്ങളും തക്സകളും പരിശോധിച്ചാൽ പല ഭാഗങ്ങളിലും തുറാവുദ്ദീൻ ക്രമം എന്നും മോസൂൾ ക്രമമെന്നും പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ചില പെരുന്നാൾ പ്രാർത്ഥനകളിലും സംഗീതക്രമങ്ങളിലും, അതായത് രാഗങ്ങളിലും ഈ 2 കേന്ദ്രങ്ങളിലെ മൽപ്പാന്മാർ ഉപയോഗിച്ചിരുന്ന ഈണങ്ങൾ മാറി മാറി ഉപയോഗിക്കാറുണ്ട്. ചുരുക്കത്തിൽ പാശ്ചാത്യ സുറിയാനി ആരാധനക്രമത്തിന് തുറാവുദ്ദീൻ അതിൻ്റെ ആത്മീയവും സന്യാസപരമായ ആഴം നൽകിയപ്പോൾ മോസൂൾ അതിന് ഭംഗിയും ഗാനാത്മകമായ പ്രൗഢിയും നൽകി.
ഈ രണ്ട് കേന്ദ്രങ്ങളുടെയും സമന്വയമാണ് ഇന്നത്തെ പാശ്ചാത്യ സുറിയാനി ആരാധനയെ ഇത്രമാത്രം മനോഹരമാക്കുന്നത്. അടുത്തതായിട്ട് നാം കാണാൻ പോകുന്നത് ഈ പാശ്ചാത്യ സുറിയാനി സഭയ്ക്ക് ലഭിച്ച ഗ്രീക്ക് സ്വാധീനം. പാശ്ചാത്യ സുറിയാനി ആരാധനക്രമത്തിൻ്റെ വികാസത്തിൽ ഗ്രീക്ക് ഭാഷയ്ക്കും ബൈസന്റൈൻ സംസ്കാരത്തിനുമുള്ള സ്വാധീനം വളരെ ആഴമേറിയതാണ്. സുറിയാനി സഭ അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ വളർന്നപ്പോൾ റോമൻ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമായിരുന്ന അന്ത്യോക്യ നഗരവുമായിട്ടുള്ള സമ്പർക്കമാണ് ഈ ഗ്രീക്ക് സ്വാധീനത്തിന് വഴിതെളിച്ചത്. നമുക്കറിയാം, ആരാധനയിൽ ഗ്രീക്ക് പദങ്ങൾ ഇന്നും കാണപ്പെടുന്നുണ്ട്. പാശ്ചാത്യ സുറിയാനി ആരാധനക്രമം സുറിയാനി ഭാഷയിലാണ് വികസിച്ചതെങ്കിലും അനേകം പ്രധാനപ്പെട്ട ആരാധനാ പദങ്ങൾ ഗ്രീക്കിൽ നിന്ന് നേരിട്ട് കടമെടുത്തിട്ടുള്ളവയാണ്. മലങ്കരയിലെ ദേവാലയങ്ങളിൽ ഇന്നും ഈ വാക്കുകൾ അതേപടി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാൻ, സ്തൗമൻകാലസ് എന്ന പദം ആദിമ പാരമ്പര്യത്തിൽ ഗ്രീക്ക് സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് ലുത്തീനിയകൾ ഭാഗമായിരുന്നു. പിന്നീട് പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ലുത്തീനിയകൾ മാറ്റിയെങ്കിലും അതിൻ്റെ ആമുഖമായിട്ടുള്ള ശുശ്രൂഷകൻ്റെ ആഹ്വാനമായ സ്തൗമൻകാലസ്, ലെറ്റ് us സ്റ്റാൻഡ് വെൽ എന്നുള്ള ആഹ്വാനം ഇപ്പോഴും സഭ നിലനിർത്തിയിട്ടുണ്ട്. ഇനിയും മഹത്തുക്കളായ പിതാക്കന്മാരുടെ സ്വാധീനം. പാശ്ചാത്യ സുറിയാനി ആരാധനയുടെ ദൈവശാസ്ത്രം രൂപപ്പെടുത്തിയ പ്രമുഖ പിതാക്കന്മാരിൽ പലരും ഗ്രീക്ക് ഭാഷയിലും ആ തത്വശാസ്ത്രത്തിലും അഗാധ പാണ്ഡിത്യമുള്ളവരായിരുന്നു. പാശ്ചാത്യ സുറിയാനി ആരാധനയിലെ അനേകം പ്രാർത്ഥനകളും ഗീതങ്ങളും ഗ്രീക്ക് ഭാഷയിലാണ് രചിച്ചത്. പ്രത്യേകിച്ച് മാർ സേവറിയോസിൻ്റെ പല ഗീതങ്ങളും രചിക്കപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ്. അത് പിന്നീട് സുറിയാനി ഭാഷയിലേക്ക് അതിമനോഹരമായി വിവർത്തനം ചെയ്യപ്പെടുകയായിരുന്നു. യെറൂശലേമിലെ വിശുദ്ധ യാക്കോബിൻ്റെ ആരാധനക്രമം, ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ ക്രോഡീകരണം ഗ്രീക്ക് ഭാഷയിലായിരുന്നു. പിന്നീട് അന്ത്യോക്യൻ പശ്ചാത്തലത്തിൽ അത് സുറിയാനിയിലേക്ക് മാറ്റപ്പെടുകയും സുറിയാനി തനിമ കൈവരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ആരാധനയിലെ ഗ്രീക്ക് സംഗീതത്തിൻ്റെ സ്വാധീനം. ഗ്രീക്ക് കാവ്യശൈലി പാശ്ചാത്യ സുറിയാനി ഗീതങ്ങളുടെ ഘടനയെ വലിയ രീതിയിൽ സ്വാധീനിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അഷ്ടരാഗങ്ങൾ, ഒക്ടോ എക്കോസ്. ഈ അഷ്ടരാഗങ്ങൾ ഗ്രീക്ക് സംഗീതശാസ്ത്രത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ്. പല കാവ്യരൂപങ്ങളും ഗ്രീക്ക് പദസാഹിത്യത്തിലെ ട്രൊപ്പാരിയോൺ മാതൃകയിൽ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇനി മറ്റൊരു പ്രത്യേകത, ദൈവശാസ്ത്രപരമായ ചില കൃത്യത, തിയോളജിക്കൽ പ്രിസിഷൻ. ക്രിസ്തുശാസ്ത്ര തർക്കങ്ങളിൽ അതിനൊരു വ്യക്തത നൽകാൻ വേണ്ടി ഗ്രീക്ക് പാരമ്പര്യത്തിലെ പദങ്ങൾ, പ്രത്യേകിച്ച് സ്വഭാവം, വ്യക്തിത്വം എന്നിവ വെളിവാക്കുവാൻ സുറിയാനി പിതാക്കന്മാർ ഈ ഗ്രീക്ക് ദാർശനിക പദങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലെ വിശ്വാസ പ്രഖ്യാപനങ്ങളിലും അനാഫറുകളിലെ രഹസ്യ പ്രാർത്ഥനകളിലും ഇന്നും ഈ ഗ്രീക്ക് ശൈലി നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു മകുടോ ഉദാഹരണം നമ്മൾ കുർബാനയുടെ ആരംഭഭാഗത്ത് ചൊല്ലുന്ന മാനിസോ പ്രാർത്ഥന തന്നെയാണ്. ഏകജാതൻ, വചനം എന്നുള്ള വിശേഷണങ്ങൾ നൽകിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ രക്ഷാസംഭവങ്ങൾ അതിമനോഹരമായിട്ട് അവിടെ അവതരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മനുഷ്യാവതാര രഹസ്യം അതിമനോഹരമായിട്ട് അവതരിപ്പിക്കുവാൻ ഗ്രീക്ക് ശൈലിയിലാണ് സുറിയാനി പിതാക്കന്മാർ പരിശ്രമിച്ചിട്ടുള്ളത്. ക്രൂശീകരണത്തിൻ്റെ അർത്ഥവും ക്രിസ്തുവിൻ്റെ മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവും ഒക്കെ വ്യക്തമാക്കുവാൻ ഈ പിതാക്കന്മാർ ഗ്രീക്ക് ഭാഷയും അതിൻ്റെ ശൈലിയും ഏറെ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൃത്വവിശ്വാസം ഏറ്റുപറയുവാനും ഈ ഗ്രീക്ക് ശൈലി പിതാക്കന്മാർ, സുറിയാനി പിതാക്കന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അത്തനാസ്യൂസിൻ്റെയും കപ്പദോച്ചിൻ പിതാക്കന്മാരുടെയും ചിന്തകൾ സുറിയാനി പിതാക്കന്മാർ കടമെടുത്തിട്ടുണ്ട്. അലക്സാണ്ട്രിയൻ, അന്ത്യോക്യൻ പിതാക്കന്മാർ ഗ്രീക്ക് ഭാഷയിൽ രൂപപ്പെടുത്തിയ വിശ്വാസ സത്യങ്ങളെ സാധാരണക്കാരായ വിശ്വാസികളുടെ ചുണ്ടുകളിലേക്ക് പാട്ടുകളായി പകർന്നു നൽകാൻ പാശ്ചാത്യ സുറിയാനി ആരാധനക്രമത്തിന് സാധിച്ചു. ചുരുക്കത്തിൽ പാശ്ചാത്യ സുറിയാനി ആരാധനക്രമം അതിൻ്റെ ആത്മാവിലും ഭാവത്തിലും
പൗരസ്ത്യ സുറിയാനി തനിമ നിലനിർത്തുമ്പോൾ തന്നെ അതിൻ്റെ ബാഹ്യമായ പ്രയോഗങ്ങളിലും കാവ്യഘടനയിലും ദൈവശാസ്ത്രപരമായ സൂക്ഷ്മതയിലും ഗ്രീക്ക് സംസ്കാരത്തെ വളരെ മനോഹരമായി സാംശീകരിച്ചിട്ടുണ്ട്. ഇതാണ് അന്ത്യോക്യൻ റീത്തിന് സാർവലൗകികമായ ഒരു ഭംഗി നൽകുന്നത്. പല സുറിയാനി ആരാധനക്രമങ്ങളും ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റിൽ നിന്നും തർജ്ജിമ ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പാശ്ചാത്യ സുറിയാനി ക്രമം ഇന്ന് ഉപയോഗിക്കുന്ന മാമോദിസായുടെ ശുശ്രൂഷാക്രമമാണ്. സുറിയാനി പാരമ്പര്യം അതിൻ്റെ അന്ത്യോക്യൻ ബന്ധം കാത്തുസൂക്ഷിക്കാൻ വളരെ ശ്രദ്ധാലുവായിരുന്നു. പല ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റുകളുടെ ട്രാൻസ്ലേഷൻസും അതിൻ്റെ അഡാപ്റ്റേഷൻസും വലിയ വഴിത്തിരിവ് ആയിട്ടുണ്ട്. പാശ്ചാത്യ സുറിയാനി ആരാധനാക്രമത്തിൽ ഗ്രീക്ക് ഭാഷയ്ക്കും ദൈവശാസ്ത്രത്തിനും ഇത്രമാത്രം ആഴത്തിലുള്ള സ്വാധീനമുണ്ടാകാൻ കാരണം കേവലം സഭാപരമായ താല്പര്യങ്ങൾ മാത്രമല്ല, മറിച്ച് അക്കാലത്ത് നിലനിന്നിരുന്ന കടുത്ത ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളും സാമ്രാജ്യത്വ സമ്മർദ്ദങ്ങളുമാണ്. റോമൻ ബൈസന്റൈൻ ഭരണകൂടവും സുറിയാനി ജനതയും തമ്മിലുണ്ടായിരുന്ന രാഷ്ട്രീയ ബന്ധങ്ങളാണ് ഇതിന് വഴിയൊരുക്കിയത്. നമുക്കറിയാം, അന്ത്യോക്യയ്ക്ക് ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടായിരുന്നു. സിറിയയിലെ അന്ത്യോക്യ പാശ്ചാത്യ സുറിയാനി സഭയുടെ ആസ്ഥാനമായിരുന്നു. ഇതിന് രാഷ്ട്രീയമായി പ്രത്യേകിച്ച് ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ കിഴക്കൻ പ്രവിശ്യകളുടെ തലസ്ഥാനം എന്ന രീതിയിൽ വലിയ നിർണായകമായ ഒരു രാഷ്ട്രീയ സ്വാധീനമുണ്ടായിരുന്നു. അവിടുത്തെ ഭരണഭാഷ ഗ്രീക്കായിരുന്നു. സാമ്രാജ്യത്വത്തിൻ്റെ ഔദ്യോഗിക ഭരണഭാഷയും നഗരങ്ങളിലെ ഉന്നത കുലജാതന്മാരുടെ സംസ്കാരവും ഗ്രീക്കായിരുന്നു. സുറിയാനി സംസാരിക്കുന്ന സാധാരണ ജനങ്ങൾ ഗ്രാമങ്ങളിലാണ് താമസിച്ചിരുന്നെങ്കിലും സഭയുടെ തലവന്മാരായ പാത്രികീസുമാരും മെത്രാന്മാർക്കും റോമൻ ഗവർണർമാരായും ബൈസന്റൈൻ ചക്രവർത്തിയുമായും നിരന്തരം രാഷ്ട്രീയ സംവാദങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നു. ഈ രാഷ്ട്രീയ ആവശ്യമാണ് സുറിയാനി സഭാ നേതൃത്വത്തെ ഗ്രീക്ക് ഭാഷയിലും സംസ്കാരത്തിലും അഗാധ പാണ്ഡിത്യമുള്ളവരാക്കി മാറ്റിയത്. മറ്റൊരു കാര്യം, കാലാകാലങ്ങളിൽ കടന്നു വന്ന ബൈസന്റൈൻ ചക്രവർത്തിമാരുടെ രാഷ്ട്രീയമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. AD 4-ാം നൂറ്റാണ്ട് മുതൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചതു മുതൽ റോമൻ ചക്രവർത്തിമാർ സഭയെ സാമ്രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഐക്യത്തിനുള്ള ആയുധമായിട്ട് കണ്ടിരുന്നു. അവിടെ ഗ്രീക്ക് ഭാഷയുടെ ആധിപത്യം നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ സുനഹദോസുകളുടെയൊക്കെ ഔദ്യോഗിക ഭാഷ ഗ്രീക്കായിരുന്നു. അതുപോലെ തന്നെ ചക്രവർത്തിമാരുടെ രാഷ്ട്രീയ പ്രീതി പിടിച്ചുപറ്റുവാനും തങ്ങളുടെ വിശ്വാസം സാമ്രാജ്യത്വ നിയമങ്ങളുടെ ഭാഗമാക്കുവാനും സുറിയാനി പിതാക്കന്മാർക്ക് ഗ്രീക്ക് ഭാഷയും അതിൻ്റെ ദാർശനിക പദങ്ങളും അതേപടി ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു. വിരോധാഭാസമെന്ന് പറയട്ടെ, ഈ രാഷ്ട്രീയ പീഡനങ്ങളുടെ കാലത്താണ് അലക്സാണ്ട്രിയയിലും അന്ത്യോക്യയിലുമുള്ള വലിയ ഗ്രീക്ക് ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളും പ്രാർത്ഥനകളും സുറിയാനി ഭാഷയിലേക്ക് വ്യാപകമായി വിവർത്തനം ചെയ്യപ്പെടുന്നത്. ഭരണകൂടം തങ്ങളുടെ ലൈബ്രറികളും പള്ളികളും പിടിച്ചെടുത്തപ്പോൾ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ രാഷ്ട്രീയവും ദൈവശാസ്ത്രപരമായ അടിത്തറ നഷ്ടപ്പെടാതിരിക്കാൻ സുറിയാനി പിതാക്കന്മാർ ഗ്രീക്ക് പ്രാർത്ഥനകളെ സുറിയാനിയിലേക്ക് മാറ്റി ഭൂഗർഭ സഭകളിൽ പ്രചരിപ്പിച്ചു. ഇതേ സമയം തന്നെ സുറിയാനി സഭയുടെ കാവ്യാത്മകമായ പല ഘടകങ്ങളും, അതായത് മദുറോഷോ, സൂഗിയത്തോ, മെമ്മറോ തുടങ്ങിയ മാതൃകയിൽ ഗ്രീക്ക് കാവ്യരചനകളും നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. പാശ്ചാത്യ സുറിയാനി ആരാധനക്രമത്തിൻ്റെ ഏറ്റവും കാതലായ ആത്മാവ് അതിൻ്റെ രഹസ്യാത്മകതയും വിശുദ്ധിയോടുള്ള ഭയഭക്തിയുമാണ്. കേവലം യുക്തിചിന്തകൾക്കോ ലൗകികമായ അറിവുകൾക്കോ അപ്പുറം ദൈവത്തിൻ്റെ അഗ്രാഹ്യമായ സാന്നിധ്യത്തെ അനുഭവവേദ്യമാക്കുക എന്നതാണ് ഈ ആരാധനാക്രമത്തിൻ്റെ ലക്ഷ്യം. സുറിയാനി പിതാക്കന്മാർ ദൈവത്തെ വിശേഷിപ്പിച്ചത് അളക്കാനാവാത്തവൻ, അറിയപ്പെടാത്തവൻ, മറഞ്ഞിരിക്കുന്നവൻ എന്നൊക്കെയാണ്. അപ്പം ലളിതമായ ഗദ്യത്തിനു പകരം കവിതയും പ്രതീകങ്ങളും ഉപയോഗിച്ച് തന്നെ ഈ ദൈവിക നിഗൂഢതയെ പൂർണ്ണമായി വാക്കുകളിൽ ഒതുക്കുവാൻ കഴിയില്ല എന്ന ബോധ്യം കൊണ്ടാണ്. ഈ രഹസ്യാത്മകത വിശദീകരിക്കാൻ വേണ്ടി ധാരാളമായി അടയാളങ്ങളും പ്രദക്ഷിണങ്ങളും ആരാധനപരമായ ആംഗ്യങ്ങളും ഈ ശ്രമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ സംഗീതാത്മകതയും ഈ രഹസ്യാത്മകതയോട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു.
പ്രദക്ഷിണത്തിനും ഈ അടയാളങ്ങൾക്കും വലിയ പ്രാധാന്യം ലഭിക്കുവാൻ കാരണം ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന സ്വാധീന ഘടകങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജനതയുടെ മതാത്മകതയുടെ ഭക്തി വളരെ ഡെമൺസ്ട്രേറ്റീവായിരുന്നു. അതായത് ദൃഷ്ടാന്തപരവും ഭാവപ്രകടനപരവുമായിരുന്നു. ചുരുക്കത്തിൽ പാശ്ചാത്യ സുറിയാനി ആരാധനക്രമത്തിൽ പങ്കെടുക്കുക എന്നാൽ ഒരു ചടങ്ങിൽ പങ്കുകൊള്ളുക എന്നല്ല, മറിച്ച് ഭൂമിയിൽ നിന്നുകൊണ്ട് സ്വർഗീയ മർമ്മങ്ങളിലേക്ക്, ഹെവൻലി മിസ്റ്ററീസിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. ആ ഹൈ സെൻസ് ഓഫ് മിസ്റ്ററി തന്നെയാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ ആരാധന പാരമ്പര്യത്തെ ഇത്രമാത്രം ആത്മീയ പ്രൗഢി ഉള്ളതാക്കി നിലനിർത്തുന്നത്. പാശ്ചാത്യ സുറിയാനി ആരാധനക്രമത്തിൻ്റെ രൂപീകരണത്തിൽ അക്കാലത്തെ സാധാരണ ജനങ്ങളുടെ സാമൂഹിക പശ്ചാത്തലവും അവരുടെ ഭാവപ്രകടനപരമായ ഡെമൺസ്ട്രേറ്റീവായിട്ടുള്ള ഹൈലി എക്സ്പ്രസീവ് ആയിട്ടുള്ള ജീവിതശൈലിയും വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവർ തങ്ങളുടെ സന്തോഷവും സങ്കടവും ഭക്തിയുമെല്ലാം ഉള്ളിൽ ഒതുക്കാതെ അത് ബാഹ്യമായിട്ട് പ്രകടിപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് അതിനെ ഡെമൺസ്ട്രേറ്റീവ് എന്ന ഒരു സ്വഭാവത്തിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ പ്രകടനപരമായ ഒരു ശൈലി. ആ ശൈലി ആരാധനയെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. പൗരസ്ത്യ സുറിയാനി ജനത തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വികാരങ്ങളെ തീവ്രമായി പ്രകടിപ്പിക്കുന്നവരായിരുന്നു. മരണം നടക്കുമ്പോൾ ഉറക്ക കരയുന്നതും സന്തോഷമുണ്ടാകുമ്പോൾ ആർത്തു വിളിക്കുന്നതും അവരുടെ രീതിയായിരുന്നു. ഇത് ആരാധനയുടെ രൂപവൽക്കരണത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ ജനതയുടെ സാമൂഹ്യ സ്വഭാവം ആരാധനാക്രമത്തിലും പ്രതിഫലിച്ചു. പാശ്ചാത്യ സുറിയാനി ആരാധനയിൽ പ്രാർത്ഥനകൾ കേവലം വായിച്ചു തീർക്കുകയല്ല, മറിച്ച് കരഞ്ഞും നിലവിളിച്ചും നെഞ്ചത്തടിച്ചും സാഷ്ടാംഗം ചെയ്തും പ്രണമിച്ചും ആ പ്രാർത്ഥനകൾ നിർവഹിക്കുകയാണ്. പ്രത്യേകിച്ച് നോമ്പിൻ്റെ കാലഘട്ടത്തിലെ ചില അനുഷ്ഠാനങ്ങളൊക്കെ ഈ ഒരു പശ്ചാത്തലത്തിൽ കടന്നു വന്നതാണ്. അതുപോലെ തന്നെ അവരുടെ സാമൂഹിക ജീവിതത്തോടെ ഏറെ ബന്ധപ്പെട്ടതായിരുന്നു പാട്ടും സംഗീതവും നിറഞ്ഞ ഒരു സാമൂഹിക ജീവിതം. അവരുടെ കൂട്ടായ്മകളിൽ പാട്ടുകൾക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. കഥകൾ പറയുന്നതും ചരിത്രം ഓർമ്മിപ്പിച്ചതുമൊക്കെ പാട്ടുകളിലൂടെയായിരുന്നു. ഇതിൻ്റെ സ്വാധീനം ആരാധനയിൽ കടന്നു വന്നിട്ടുണ്ട്. സാധാരണക്കാരായ ജനങ്ങളെ ആരാധനയിലേക്ക് ആകർഷിക്കുവാൻ വിശുദ്ധ അപ്രേം അതുപോലെയുള്ള മറ്റ് പിതാക്കന്മാർ ജനകീയ ഈണങ്ങളെ ആത്മീയ ഗീതങ്ങളാക്കി മാറ്റി. വൈദികൻ മാത്രം പ്രാർത്ഥിക്കുന്ന രീതിക്ക് പകരം ജനങ്ങൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മാറി മാറി പാടുന്ന ആൻറ്റിഫോണൽ സിംഗിങ് ശൈലി അവർ വികസിപ്പിച്ചു. ജനങ്ങളുടെ ഒരു സജീവമായ ഭാവപ്രകടനം ആരാധനയെ ഒരു ജനകീയ ഉത്സവമാക്കി മാറ്റി. ഇനിയും അന്ന് നിലവിലിരുന്ന ഭരണകൂടത്തിൽ നിന്നും നേരിടേണ്ടി വന്ന ചില സാമൂഹിക പീഡനങ്ങൾ, ദാരിദ്ര്യം, നാടുകടത്തലുകൾ, രക്തസാക്ഷിത്വം, ഇതെല്ലാം ഈ ആരാധനയിൽ പ്രാർത്ഥനയുടെ രൂപവൽക്കരണത്തിൽ നിർണായകമായ സ്വാധീന ശക്തിയായി കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രത്യേകിച്ച് യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെയും വിശുദ്ധന്മാരുടെ രക്തസാക്ഷ്യത്തെയും വളരെ വൈകാരികപരമായി അവതരിപ്പിക്കുന്നത്. ആരാധന എന്നത് അവർക്ക് സാമൂഹ്യ പീഡനങ്ങളിൽ നിന്നുമുള്ള വലിയ ഒരു ആശ്വാസമായിരുന്നു. പ്രതീകങ്ങളിലൂടെ സംവദിക്കുന്ന ഒരു ശൈലി ഈ ജനതയ്ക്കുണ്ടായിരുന്നു. അവർ അക്ഷരവിദ്യാഭ്യാസം ഉള്ളവരായിരുന്നില്ല ആദ്യകാലത്ത്. ദൃശ്യങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായിരുന്നു അവരുടെ സാമൂഹ്യ രീതി. ജനങ്ങളുടെ ഈ അവസ്ഥ മനസ്സിലാക്കി ആരാധന അങ്ങേയറ്റം പ്രദർശനപരവും ദൃശ്യസമ്പന്നവുമാക്കി. ധൂപപ്പുക ഉയരുന്നതും ദീപങ്ങൾ തെളിയിക്കുന്നതും മത്ബഹ തിരശീല നീക്കുന്നതും വൈദികൻ കൈകൾ ഉയർത്തി ആശീർവദിക്കുന്നതുമെല്ലാം അക്ഷരമറിയാത്ത സാധാരണക്കാരന് പോലും ദൈവിക രഹസ്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയുള്ള ഡെമൺസ്ട്രേറ്റീവായ ആവിഷ്കാരങ്ങളായിരുന്നു. ചുരുക്കത്തിൽ പാശ്ചാത്യ സുറിയാനി ആരാധനക്രമം രൂപപ്പെട്ടത് കൊട്ടാരങ്ങളിലോ അടച്ചിട്ട മുറികളിലോ അല്ല, മറിച്ച് വികാരങ്ങൾ തുറന്നു പ്രകടിപ്പിക്കുന്ന, പാട്ടുകൾ പാടുന്ന, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരു സാധാരണ ജനസമൂഹത്തിൻ്റെ നടുവിലാണ്. അവരുടെ ആ ഭാവപ്രകടനപരമായ സാമൂഹിക ജീവിതമാണ് ഇന്നത്തെ പാശ്ചാത്യ സുറിയാനി ആരാധനയെ ഇത്രമാത്രം വൈകാരികവും
ഗാനാത്മകവും ജനപങ്കാളിത്തവുമുള്ളതാക്കി ഒരു സജീവ ആരാധന ക്രമമാക്കി മാറ്റിയത്. ഒരു വശത്ത് അത് അഗ്രാഹ്യമായ ദൈവിക രഹസ്യം വെളിപ്പെടുത്തുമ്പോൾ, മറുവശത്ത് അത് തികച്ചും മനുഷ്യ കേന്ദ്രീകൃതവും ഭൗമികവുമായ അനുഭവമാണ്. ദൈവത്വത്തിൻ്റെ ഉന്നതിയും മനുഷ്യത്വത്തിൻ്റെ യാഥാർത്ഥ്യവും ഒരേ സമയം സമ്മേളിക്കുന്ന ഈ അപൂർവ പ്രതിഭാസം പാശ്ചാത്യ സുറിയാനി ആരാധനയിൽ പ്രകടമാകുന്നു. മുമ്പ് നാം സൂചിപ്പിച്ചതുപോലെ ഭയഭക്തിയുടെയും വിസ്മയത്തിൻ്റെയും കൊടുമുടിയിൽ എത്തിക്കുവാൻ ഈ മിസ്റ്ററി ആസ്പെക്റ്റ്, രഹസ്യാത്മകത ആരാധനയിലൂടെ നമ്മെ സഹായിക്കുന്നു. ദൈവം മനുഷ്യൻ്റെ യുക്തിക്കോ ചിന്തകൾക്കോ ഒതുങ്ങുന്നവനല്ല എന്ന ബോധ്യം ഈ ആരാധനക്രമത്തിനുണ്ട്. മദ്ബഹായെ സ്വർഗമായും ബലിപീഠത്തെ ദൈവസിംഹാസനമായും കാണുന്നതിലൂടെ ഭൗമികമായ അന്തരീക്ഷത്തെ അത് പൂർണ്ണമായി മറികടക്കുന്നു. ഇവിടെ ഒരു സ്വർഗീയ ഗണങ്ങളുടെ സാന്നിധ്യമുണ്ട്. ക്രൂബേന്മാരുടെയും ശ്രോപ്പേന്മാരുടെയും കൂട്ടായ്മ ഈ ആരാധനയിലുണ്ട്. മാലാഖമാരുടെ സ്തുതിപ്പും ഇതിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഇവിടെയൊക്കെ അതീന്ദ്രിയമായ ഒരു രഹസ്യ സ്വഭാവം, എ ട്രാൻസെൻഡൻറ്റ് മിസ്റ്ററി എന്നുള്ള ആസ്പെക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇത് അങ്ങേയറ്റം മാനുഷികവുമാണ്. ദൈവത്തെ എത്രമാത്രം ഉന്നതനായി പ്രതിഷ്ഠിക്കുമ്പോഴും മനുഷ്യൻ്റെ അവസ്ഥകളെയും വികാരങ്ങളെയും ഈ ആരാധന ഒട്ടും മാറ്റി നിർത്തിയിട്ടില്ല. അത് തികച്ചും മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. മനുഷ്യൻ്റെ പരസ്യമായ ഒരു വികാര പ്രകടനം, അതായത് ദുഃഖം, ഭയം, പശ്ചാത്താപം, പ്രത്യാശ, ഇവയെല്ലാം ഈ ആരാധന അതേപടി പ്രതിഫലിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ, പാപകരമായ അവസ്ഥ, ഇതൊക്കെ ഈ ആരാധന വളരെ ശ്രദ്ധയോടുകൂടി അവതരിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ബലഹീനതകളെ ദൈവസന്നിധിയിൽ തുറന്നു സമ്മതിക്കുന്ന അങ്ങേയറ്റം മാനുഷികമായ ഒരു ശൈലി ഇത് അവലംബിക്കുന്നുണ്ട്. അതുപോലെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ ഈ ആരാധന പ്രത്യേകമായി സമർപ്പിക്കുന്നുണ്ട്. ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തെ സ്പർശിക്കുന്ന ജീവിത സാഹചര്യങ്ങളും ഈ ആരാധനക്രമം ചേർത്ത് വയ്ക്കുന്നുണ്ട്. നല്ല കാലാവസ്ഥയ്ക്കും വിളവുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. രോഗികൾ, പീഡിപ്പിക്കപ്പെടുന്നവർ, തടവറയിൽ കിടക്കുന്നവർ, യാത്രക്കാർ എന്നിവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഈ ആരാധനക്രമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിൽ സമാധാനവും ഭരണാധികാരികൾക്ക് നല്ല ബുദ്ധിയും ഉണ്ടാകാനുള്ള പ്രാർത്ഥനയുണ്ട്. മരണവും വേർപാടും ഈ ആരാധനക്രമത്തിൻ്റെ ചിന്തകളുടെ ഭാഗമാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമായ മരണത്തെയും വേർപാടിനെയും ഈ ആരാധന വളരെ ആർദ്രമായി ഉൾക്കൊള്ളുന്നു. മൺമറഞ്ഞുപോയ പിതാക്കന്മാർ, സഹോദരങ്ങൾ എന്നിവരെ ഓർക്കുന്ന ഭാഗങ്ങൾ മനുഷ്യസഹജമായ സ്നേഹത്തിൻ്റെയും ഓർമ്മയുടെയും ആവിഷ്കാരമാണ്. ഈ ദൈവികവും മാനുഷികവുമായ വശങ്ങളെ ഉൾക്കൊള്ളിക്കുവാൻ പിതാക്കന്മാർ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം എന്ന മഹാരഹസ്യം അതിമനോഹരമായി ആരാധനയിൽ ആഘോഷിക്കുകയാണ്. പാശ്ചാത്യ സുറിയാനി ആരാധനയുടെ കാതലായ ദൈവശാസ്ത്രം, അത് രഹസ്യമായിരുന്ന ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആരാധനയിൽ ഉയരുന്ന ധൂവപ്പുക സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ ആ ധൂവക്കുറ്റി താഴെ നിൽക്കുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് വന്ന് അവനെ ശുദ്ധീകരിക്കുന്നു. അപ്പവും വീഞ്ഞും സ്വർഗീയ മർമ്മമായിരിക്കുമ്പോൾ തന്നെ അത് മനുഷ്യൻ്റെ ആത്മീയ ഭക്ഷണമായിട്ട് മാറുന്നു. ചുരുക്കത്തിൽ പാശ്ചാത്യ സുറിയാനി ആരാധനക്രമം വിശ്വാസിയെ ഒരേ സമയം ദൈവത്തിൻ്റെ അഗ്രാഹ്യമായ മഹിമയിലേക്ക് ഉയർത്തുകയും അതോടൊപ്പം അവൻ്റെ ലൗകികമായ കഷ്ടപ്പാടുകളിലും കണ്ണീരിലും കൂടെ ഇരുന്ന് അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഈ അത്യപൂർവ സന്തുലിതാവസ്ഥയാണ് ഈ ആരാധനയെ ഇത്രമാത്രം ഹൃദ്യമാക്കുന്നത്. പാശ്ചാത്യ സുറിയാനി ആരാധനയുടെ വാസ്തുവിദ്യ അത് സ്വതന്ത്രമായൊരു സാഹചര്യത്തിൽ സുഖമായി ഇരുന്ന് രൂപപ്പെടുത്തിയതല്ല. അത് രാഷ്ട്രീയ അടിച്ചമർത്തലുകൾക്കെതിരെ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ പണിതുയർത്തിയ ഒരു പ്രതിരോധത്തിൻ്റെ വാസ്തുവിദ്യയാണ്. പുറമേ ലളിതവും സുരക്ഷിതവുമായ കോട്ട പോലെയും ഉള്ളിൽ ആത്മീയ രഹസ്യങ്ങൾ നിറഞ്ഞ സ്വർഗം പോലെയും പള്ളികൾ രൂപകൽപ്പന ചെയ്യാൻ പിതാക്കന്മാരെ പ്രേരിപ്പിച്ചത് അക്കാലത്തെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തന്നെയാണ്. പാശ്ചാത്യ സുറിയാനി ആരാധനയുടെ പരിഷ്കരണം നാം ശ്രദ്ധിച്ചാൽ അതൊരൊറ്റ ദിവസം കൊണ്ട് എഴുതിയുണ്ടാക്കിയ ഒന്നല്ല. നൂറ്റാണ്ടുകളിലൂടെ പ്രാർത്ഥനകൾ ക്രമേണ കൂട്ടിച്ചേർത്തും പ്രാദേശികമായി അനുവർത്തിച്ചും വികസിപ്പിച്ചും ആവശ്യമില്ലാത്ത ഒഴിവാക്കിയുമാണ്
ഇന്നത്തെ സമ്പൂർണ്ണ രൂപത്തിൽ ഈ ആരാധന എത്തി നിൽക്കുന്നത്. പാശ്ചാത്യ സുറിയാനി ആരാധനയുടെ വളർച്ചയുടെ പഠനത്തെക്കുറിച്ചുള്ള ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.